ആരാ? എന്താ? वो बीमार है मैडम. ഒരക്ഷരം എനിക്ക് മനസ്സിലായില്ല. വേറെ ആരെങ്കിലും പറ. అమ్మాయి ఒంట్లో బాగలేదు. ഓ, എനിക്ക് അറിയാവുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറ കൊച്ചുങ്ങളെ. മാഡം, ജോസൂട്ടിക്ക് തീരെ സുഖമില്ല. ലേഡീസ് ഹോസ്റ്റലിൽ ജോസൂട്ടിയോ? അതാരാത്? ജോസഫൈൻ, 207 ജോസഫൈൻ. വയറുവേദനിച്ച് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി മാഡം. അവിടെ ഇവിടെയൊക്കെ പോയി വല്ലതും ഒക്കെ വലിച്ചു വാരി തിന്നുമ്പം നീ ഒന്നും ഇത് ആലോചിക്കില്ല. നട്ടപ്പാതിരായിരിക്കും മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട്. ദേ, ആ മെസ്സിലെങ്ങാനും ചെന്ന് വല്ല ഇഞ്ചിയും നാരങ്ങ ഇടിച്ചു പൊഴിഞ്ഞ് അവളെ തൊള്ളയിൽ ഒഴിച്ചു കൊടുക്കും. അതൊക്കെ നോക്കി മാഡം, ഒരു പ്രയോജനവും ഇല്ല. നിലവിളിച്ചോണ്ടേ ഇരിക്കുക. അത് പട്ടിയ മാഡം, ജോസൂട്ടിയല്ല. അതിനിപ്പോ ഞാനെന്ത് വേണം? ഡോക്ടർക്കൊന്ന് ഫോൺ ചെയ്യണം. ഈ നേരത്തെ ഏത് ഡോക്ടർ വരാനാ? രാധികയെ വിളിച്ചാൽ മതി, അവൾ വന്ന് കൊണ്ടുപോയിക്കോളും. എനിക്ക് അവളുടെ നമ്പർ ഒന്നും അറിഞ്ഞൂടാ. നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്തായി? എൻഗേജ്ഡ്. ആരോടും ഒന്നും പറയണ്ട. എനിക്കൊന്നും അറിയുകയില്ല. കാര്യം നടക്കുന്നവരെ രാധിക ഒന്നും അറിയരുത്. ഏത് നമ്പറാ നീ വിളിച്ചത്? 48444448. Keep trying. What? രാധിക, നീ എവിടെ പോണു ഈ പാതിരാക്കി? ഹോസ്റ്റൽ വരെ. ജോസൂട്ടിക്ക് തീരെ സുഖമില്ല. ഞാനൊന്ന് ഉടനെ അവിടെ വരെ ചെല്ലണമെന്ന്. ആ ഡ്രൈവർ രാമകൃഷ്ണൻ സിനിമയ്ക്ക് പോയിരിക്കുക. വരാറായി. കാത്തു നിൽക്കാനൊന്നും നേരമില്ല. അയാൾ ഏത് കോലത്തില് വരികയെന്നും അറിയില്ല. ഞാൻ ഓടിച്ചോളാം. എന്നാ ശാന്തമെങ്കിലും കൂട്ടിട്ട് പോ. അമ്മയും കുട്ടിയൊന്നും വേണ്ട അമ്മായി. ഞാൻ അവളെ ഡോക്ടറെ കാണിച്ചിട്ട് ഉടനെ വന്നേക്കാം. രാധിക, രാധിക, ദേ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഇത്? ഡയമണ്ട് റിംഗ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നിനക്ക് വേണ്ടിയാ. മറ്റാരുടെ കയ്യിലും ഇതുപോലൊന്നും ഉണ്ടായിരിക്കരുതെന്ന് കരുതി പ്രത്യേകം ഉണ്ടാക്കിച്ചതാ. യു ആർ ഗ്രേറ്റ് അമ്മായി. അമ്മായിയുടെ ഗ്രേറ്റ്നെസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. വെളുപ്പാങ്കാലത്താണല്ലോ തിരിച്ചു വന്ന് കയറിയത്. എന്തായി ആ പെണ്ണിന്റെ കാര്യം? ആരുടെ? ആ നസറാണിയുടെ. എന്താ എന്റെ പേര്? ജോർജ് കുട്ടിയോ? ജോസൂട്ടി. അമ്മായി, അവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു. എല്ലാരും കൂടി എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഒപ്പിച്ച പണിയാ. But it was a grand surprise. എന്തായിരുന്നു ബഹളം! ഡാൻസും പാട്ടും. ഹോസ്റ്റൽ എടുത്ത് ഞങ്ങള് തലകുത്തല വെച്ചു. അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അവരൊക്കെ ഞങ്ങള് പൂട്ടി. എല്ലാം പിഴച്ച പെണ്ണിന്റെ പദ്ധതിയായിരിക്കും അല്ലേ? അവക്ക് പറ്റിയൊരു പേരും ജോസൂട്ടി. അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേര് തന്നെ. നോ, അവരുടെ ജോസഫൈൻ, ഞങ്ങളുടെ കുസൃതിക്കുട്ടി, എന്റെ ജോസൂട്ടി. മതി മതി വിസ്തരിച്ചതൊക്കെ. കാലത്ത് മുതൽ നിന്നെ കാണാൻ ഫാക്ടറിയിൽ നിന്ന് ഓരോരുത്തരും ഒന്ന് കാത്തിരിക്കുക. മണി 12ആയി. വേഗം ഒന്ന് കുളിച്ച് താഴേക്ക് വാ. തോന്നിയാസം കാണിച്ചതും പോരാ, തർക്കുത്തരം പറയുന്നോ? ഇതെന്താ ഹോസ്റ്റലാണോ ചന്തയാണോ? ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇത്രയും അന്തസ്സും അച്ചടക്കവും ഉള്ള ഒരു കോളേജ് ഉണ്ടാക്കിയെടുത്തത് മറുനാടൻ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാണ്. ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലുള്ള പല കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ട്. അവരാരെയും കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിന്നെയൊക്കെ പോലുള്ള കുറെ മലയാളി കുരുത്തം കെട്ട ജാതികൾ ഇവിടെ വന്ന് പെട്ടതോടെ ഡിസിപ്ലിനും പോയി, ഡിഗ്നിറ്റിയും പോയി. അടുത്ത വർഷം മുതൽ ഒരൊറ്റ മലയാളി ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബോർഡ് മീറ്റിംഗിൽ പറയും. അപ്പോ മാഡം പുറത്താവോ? മാഡം എങ്ങനെ പുറത്താവും? മാഡം മലയാളി അല്ലല്ലോ. മാഡത്തിന്റെ അച്ഛന്റെ പേര് നിനക്കറിയോ? നോ. സർ വില്യം ട്രീ ഡോഗ്. ട്രീ ഡോഗോ? മലയാളത്തിൽ ട്രീ എന്ന് വെച്ചാ മരം, ഡോഗ് എന്ന് വെച്ചാ പട്ടി.
അപ്പൊ മരപ്പെട്ടിന്നല്ലേ? അതാണല്ലേ മാഡത്തിനെ എല്ലാരും മരപ്പെട്ടി മരപ്പെട്ടി എന്ന് വിളിക്കുന്നത്. ആരാടി എന്നെ മരപ്പെട്ടിന്ന് വിളിച്ചത്? ഞങ്ങളല്ല, ആ ഗീതയാ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇന്നലെ നിങ്ങൾ ഇവിടെ കിടന്ന് കൂത്താടിയപ്പോ മര്യാദയ്ക്ക് റൂമിൽ കിടന്ന് ഉറങ്ങിയത് അവളും അവളുടെ കൂട്ടുകാരികളുമാ. അവളാ 64 പേരുടെ ഒപ്പിട്ട് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് എനിക്ക് എഴുതി തന്നത്. ഒരു കോപ്പി പ്രിൻസിപ്പലിനും പോയിട്ടുണ്ട്. 1-ാം പ്രതി നീയാ. ഓഹോ, അവൾ അത്രയ്ക്കായോ? ആ ആയി. ഇന്നലെ കാണിച്ച ബേളത്തിന് മാത്രമല്ല ഞാൻ കംപ്ലൈന്റ് എഴുതിയിരിക്കുന്നത്. എന്റെ മുറിയിൽ കയറി ബിസ്ക്കറ്റ് മോഷ്ടിച്ചതിനും, എന്റെ പെർഫ്യൂം മുഴുവനും എടുത്ത് ഹോസ്റ്റൽ ബെഡ്ഷീറ്റിൽ അടിച്ചതിനും, എന്റെ ഷാംപൂ എടുത്ത് ടോയ്ലറ്റിൽ ഒഴിച്ചതിനും. ഷാംപൂ ടോയ്ലറ്റിൽ ഒഴിച്ചത് ഞാനല്ല. നീയല്ല, നിന്റെ ഫ്രണ്ട് അല്ലേ ആ ഈനാം പേച്ചി, രാധിക മോറോൺ. അവളെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പറയോടി, അവക്ക് അസൂയ എന്നോട്. ഹെഡ് കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടിയപ്പോ തൊട്ട്. നീ അത് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അതെ, എന്റെ അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് അയച്ചു തരുന്നുണ്ട്. അവളെയും അവളുടെ കുടുംബത്തെയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് എന്റെ അച്ഛന്റെ അടുത്തുണ്ട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഗീത, നമ്മൾ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? മാഡം, വി ഹാവ് ഗിവൻ അവർ കംപ്ലൈന്റ്. വി വാണ്ട് ജോസഫിൻ ആൻഡ് രാധിക ടു അപ്പോളജൈസ് ടു അസ്. ഓയ്, ഞാനും രാധിക നിന്റെ അടുത്ത് മാപ്പ് പറയുന്നു. നീ സ്വപ്നത്തിൽ പോലും കാണണ്ടടി നീർക്കോലി. എന്താണ് നിങ്ങൾ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ പെരുമാറണം. ആരോട് മാപ്പ് പറയണേ? കോളേജിൽ ചെല്ലുമ്പോ പ്രിൻസിപ്പൽ തീരുമാനിക്കും. പോകാനാ പറഞ്ഞത്. മെനി ഹാപ്പി റിട്ടേൺസ് Thank you ഓഫ് so ദി ഡേ. much. കേസിന്റെ പേപ്പേഴ്സ് ഞാൻ ഓഫീസിൽ കൊടുത്തേക്കാം. പറ്റേ? ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ. ആ, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓക്കെ, ഇങ്ങോട്ട് വാ. നിന്നെ എന്ന് വിടുന്ന പ്രശ്നമില്ല. ദാ നോക്ക്. ഇതല്ല ഏത് രാജ്യത്തെ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നാ ഒപ്പിച്ചത്? തമാശ വേണ്ട, തമാശ വേണ്ട. ഇന്നൊരു നല്ല ദിവസാ. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട ദിവസം. നോക്ക്, 11 പേരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആളെ തിരഞ്ഞെടുക്കേണ്ട ജോലി മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. ഓക്കെ? ദേ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് കളപ്പുരയ്ക്കൽ ഗോവിന്ദമേനോൻ എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ റിട്ടയർ ആയോ? ഇത് അദ്ദേഹത്തിന്റെ മോൻ രാജമേനോൻ IPS. അമ്മായിയോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പോലീസിന്ന് കേട്ടാലേ എനിക്ക് പേടിയാന്ന്. എന്നാ വേണ്ട. ആ, ദാ മിസ്റ്റർ കരുണാകരൻ. യോ, മുടിയൊക്കെ നരച്ച് ജുബയും കണ്ണടയൊക്കെ ഇട്ട് വേറൊരു ഷേപ്പിലായിരുന്നല്ലോ. ഡോക്ടർ കരുണാകരൻ കർത്ത. എന്റെ അമ്മായി, ഈ കർത്താവും സ്വാമി അയ്യപ്പനും യേശുക്രിസ്തു ഒന്നും അല്ലാതെ വല്ല സച്ചിനെന്നോ ജഡേജാന്നോ കപിൽ ദേവെന്നൊക്കെയുള്ള ആളുകളൊന്നും അമ്മായിക്ക് കിട്ടൂലേ? പേരാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ദാ രാഹുൽ, എഞ്ചിനീയർ. അമ്മായിക്ക് ഷുവർ ആണോ? അതെ. ഫോട്ടോ മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ലെന്ന്. കണ്ണ, നമ്മുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസർ രാഘവൻ പിള്ള കൊണ്ടുവന്ന ആലോചനയാ. ജാതകം ചേരും. പേരെനിക്കിഷ്ടായി. ഈശ്വര. പക്ഷേ ആളൊരു തരം ഇരുത്തിക്കെട്ടിയ ബൊമ്മ മാതിരി. നമുക്കൊരു കാര്യം ചെയ്യാം, രാഹുലിന്റെ പേര് നമുക്ക് കരുണാകരന് കൊടുക്കാം. എന്നിട്ട് കരുണാകരനെ നമുക്ക് ജഡ്ജിയാക്കാം. എന്നിട്ട് ആ ഗോവിന്ദമേനോനെ പിടിച്ച് എഞ്ചിനീയർ ആക്കാം. എഞ്ചിനീയർ വേണമെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ. എന്നിട്ട് ആ പോലീസുകാരന്റെ ജാതകം ഡോക്ടറുമായിട്ട് ചേരുമെന്ന് നോക്കാം. അമ്മായി എന്തു പറയുന്നു? ഹലോ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? പോടാ. ലിസൺ, ഇനി എന്റെ വീട്ടിലോ കോളേജിലോ വിളിച്ചെന്നെ ശല്യപ്പെടുത്തരുത്. എനിക്കത് ഇഷ്ടമല്ല. വെക്കടാ ഫോൺ. ഇഡിയറ്റ്. എന്താടി പ്രശ്നം? ആരാ വിളിച്ചേ? നോ, നത്തിങ്. ഏയ്, എന്താന്ന് പറ. സരിക, അവനായിരിക്കും ആ വായി നോക്കി. ഒരുത്തൻ കുറെ നാളായിട്ട് അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവളോടൊന്ന് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കഷ്ടം. ഫസ്റ്റ് ഫ്ലോർ കട്ട് ചെയ്യണ്ട, വാ.
ആക്ച്വലി രാധിക ചെയർമാൻ ആകുന്നതാ നമുക്കെല്ലാം നല്ലത്. ശരിയാ, മറ്റവൾക്ക് വലിയ ഇംഗ്ലീഷുകാരിയാണെന്നുള്ള തണ്ട. പക്ഷെ NRI സ്റ്റുഡൻസ് മുഴുവനും അവൾക്കേ വോട്ട് ചെയ്യൂ. നോക്കിക്കോ, അവളെ ജയിക്കു ഷുവറാ. കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന ഇലക്ഷന്റെ റിസൾട്ട് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാൻഡിഡേറ്റ്സ് ആർ മിസ് രാധിക മേനോൻ BSc ഫിസിക്സ് ഫൈനൽ ഇയർ ആൻഡ് മിസ് ഗീത ദാമോദരൻ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ. ഇത്രയും വർഷത്തെ ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള അവിശ്വസനീയമായ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ചെയർമാനെ തെരഞ്ഞെടുത്തിരുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ആ രീതിയിൽ തെരഞ്ഞെടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിയർ ഈസ് ദ ഇലക്ഷൻ റിസൾട്ട്. രാധിക മേനോൻ 1118 വോട്ട്സ്. ഗീത ദാമോദരൻ No, it is 1118 votes only. ഇവിടെ രണ്ടുപേർക്ക് ഒരു കോളേജിലെ ചെയർമാൻ ആകാൻ കഴിയാത്തതുകൊണ്ട് ഇവരിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്റ്റാഫ് കമ്മിറ്റിയും കോളേജ് മാനേജ്മെന്റും ഞങ്ങളും ചേർന്ന് ഇരുവരുടെയും മെറിറ്റുകൾ താരതമ്യപ്പെടുത്തിയപ്പോൾ ഹോസ്റ്റലിൽ മിസ്ബിഹേവ് ചെയ്തതിന് 64 പേരുടെ ഒപ്പിട്ട ഒരു പരാതി രാധികയുടെ പേരിൽ ബ്ലാക്ക് മാർക്കായി കണ്ടു. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിസ് ഗീത ദാമോദരനെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. So, on behalf of the management and students, I congratulate Miss Geeta Damodaran. ഏയ് ജോസുട്ടി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? തോൽവിയും ജയവും നമ്മുടെ ഇടയിൽ എപ്പോഴും ഉള്ളതല്ലേ. ഞാൻ കാരണം രാധിക തോറ്റത്. നമ്മളെല്ലാം കൂടി ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ബഹളം കാരണമാണ് വാർഡൻ കംപ്ലൈന്റ് എഴുതിയത്. രാധികയ്ക്ക് ബ്ലാക്ക് മാർക്ക് വീണത്. സോറി. What's all this? എന്താ ഇത്? ഭൂകമ്പം. ഭൂകമ്പോ? എവിടെ? ലത്തൂരിൽ. അത് നടന്നിട്ട് കൊല്ലം എത്രയായി? ഇപ്പൊ എന്താ പിരിവ്? 1 ലക്ഷം വീടിന് കാശ് പിരിച്ചയച്ചിട്ട് ഓരോരുത്തർ അതിൽ കയ്യിട്ട് വാരിയത് കൊണ്ട് 50,000 വീടിനുള്ള കാശേ അവിടെ എത്തിയുള്ളൂ. അതുകൊണ്ട് ബാക്കി 50,000-ത്തിന് വേണ്ടി വീണ്ടും പിരിക്കുക. എന്തെങ്കിലും തരൂ മാഡം. അയ്യോ, ഇത് പുതിയ പൂട്ടാണല്ലോ. ഇത് ആരാ മാറ്റിയത്? ആ കുട്ടിപ്പാറുവിനെ വിളിക്കേ. കുട്ടിപ്പാറോ, കുട്ടിപ്പാറോ! ബഹളം വെക്കണ്ട. ഓ, വരുന്നു. രാത്രി കിടന്ന് കൂവണ്ട. വാതിൽ തുറക്ക്. ആരാ ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കുന്നേ? അതാ ഗീതക്കുഞ്ഞ് പറഞ്ഞിട്ടാ. അവള് പറഞ്ഞ ഉടനെ നിങ്ങൾ പൂട്ട് മാറ്റുവോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനൊന്നും വിലയില്ലേ? ഹോ, അവളെ അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞു കാണും. നിങ്ങൾ വെറുതെ എന്റെ മെക്കിട്ട് കയറണ്ട. പുതിയ ചെയർമാന്റെ പുതിയ റൂളുകളാ. നിങ്ങളുടെ പേരിൽ കുറേയധികം കംപ്ലൈന്റ്സും ഉണ്ട്. 1-ാം പ്രതി ജോസൂട്ടിയും 2-ാം പ്രതി രാധിക കുഞ്ഞുവാ. 8 മണിക്ക് ഗേറ്റ് പൂട്ടിയ ആരെ അകത്ത് വിടണ്ടെന്ന പുതിയ ഓർഡർ. അല്ല പിന്നെ അവളുടെ ഓർഡർ ആയിട്ട് തന്നെ കിടക്കട്ടെ. നമുക്കേ ഗേറ്റിന് പുറത്ത് കിടന്ന് ഉറങ്ങാം. ഞാൻ വേണേ വാതിൽ തുറക്കാം. വേണ്ട. നമ്മുടെ ഇന്ത്യൻ കാശിനേക്കാൾ അവളുടെ ഡോളറിനാണല്ലോ ഇപ്പൊ കൂടുതൽ വില. റോഡിലൊന്നും ആരും കിടക്കണ്ട. വാ, എന്റെ വീട്ടിലേക്ക് പോവാം. ഇതിനെന്താ ചെയ്യേണ്ടെന്ന് കാലത്ത് തീരുമാനിക്കാം. കമോൺ. ഓക്കേ. മനസ്സി രാധിക, കാർ അങ്ങോട്ട് മാറ്റിട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ.
ഏയ് ഗെറ്റ് അപ്പ്. ഫസ്റ്റ് ഒരു പ്രാക്ടിക്കലാ. എന്റെ പേസ്റ്റ് തീർന്നു. നിന്റെ കയ്യിലുണ്ടോ? നീ എന്താടി ഇങ്ങനെ വിളിച്ചു നോക്കുന്നു? Listen to me. Geeta, please, Geeta. Geeta. ആരെയും മഹാഭാവം ചെയ്തത്? ആരും അല്ല, അവൾ തന്നെ, ആ ജോസഫിൻ. മറ്റാരും ചെയ്യില്ല ഇങ്ങനെയുള്ള തോന്നി വസ്തു. എന്താ ഇവിടെ ബഹളം? ഗീത, stop it. Listen to me. വാതിൽ പൊളിച്ചിട്ട് കാര്യമില്ല, അതിനുള്ളിൽ ആരുമില്ല. ഗീത, കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? മാഡം, ഇന്നലെ പാതിരയ്ക്ക് ജോസൂട്ടിയും കുട്ടനും വന്നത്. ഞാനാരെ അകത്ത് കയറ്റിയില്ല. 8 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടാ എല്ലാരും കൂടെ തിരിച്ചു പോയത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അവളെ ഇങ്ങനെയുള്ള തോന്നിയാസം ചെയ്യൂ. ഇന്ന് മുടി വെട്ടാൻ തയ്യാറായവള് നാളെ തല വെട്ടിന്ന് വരും. കുട്ടി എന്റെ കൂടെ വരൂ, ഒരു കംപ്ലൈന്റ് എഴുതരൂ. കം. കുട്ടി ഇരിക്കൂ. ആരെങ്കിലും കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ. നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു, നല്ല തിളക്കമായിരുന്നു. എന്റെ ചുവടുകൾക്കൊത്ത് ആടി ഉലയുമായിരുന്നു, ആർത്ത് ചിരിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ഓമനിച്ചിരുന്ന, എന്റേത് മാത്രമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരായ ആരെയും ഞാൻ വെറുതെ വിടില്ല. കുട്ടി കംപ്ലൈന്റ് എഴുതൂ. വേറൊരു പേന കൊടുക്കും മാഡം. മുച്ചാന്ന് വെട്ടിയതും പറപ്പിച്ച് കയ്യിലൊരു കത്രികയും പിടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചോണ്ടുള്ളൊരു വരവായിരുന്നു. ഞാനൊന്ന് വരണ്ടു. അവള് കരഞ്ഞോ? കയ്യിന്നൊരു വിരല് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണീര് വരാത്ത ജാതി. അവള് കിടന്ന് കാറും കൂവും ഒക്കെ ചെയ്തു പോലും. അവള് കരഞ്ഞാലേ കണ്ണിന്ന് കണ്ണീര് വരില്ല, ചോരേ വരുള്ളൂ. അപ്പോഴെങ്ങാൻ ജോസൂട്ടി അവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കാര്യം പോക്കായന മോളെ. അതിന് അവളെന്തിനാ ജോസൂടെ മെക്കിട്ട് കയറുന്നേ? എനിക്കറിഞ്ഞൂടാ. അയ്യടി മോളെ, നീയും ജോസൂട്ടിയും കൂടെ മതില് ചാടി കയറിയിട്ട് അവള് മാത്രം തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ശരി. അതാ അന്ന് അവള് തലവേദന എന്നും പറഞ്ഞ് കോളേജിൽ വരാതെ വീട്ടിൽ തന്നെ കിടന്നത്. നീ നിന്നെ തന്നെ. കമ്മിയോ നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. എന്റെ മുടി വെട്ടിയതിന് കൂലി. ഞാൻ ആരെക്കൊണ്ടും ചക്കാത്തിലൊന്നും ചെയ്യിക്കാറില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. സരിക, Sariga, there is a letter for you. Please keep this. 1 second. Idiot. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ? വായിച്ചു നോക്ക്. അതേ വായി നോക്കി ആ ബൈക്കിൽ വരുന്നവൻ. മതി, ഞാൻ അച്ഛനോട് പറയാൻ പോവാ. എത്രാമത്തെ തവണയാണെന്നറിയോ എവിടെ പോയാലും പുറകെ നടന്ന് ഉപദ്രവിക്കുക. വൃത്തികെട്ടവൻ. ഇനി സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട, നീ ഇഗ്നോർ ചെയ്താ മതി. കുറെ കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പൊയ്ക്കോളും.
there's a bad news for you. നീ എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ? തമാശയല്ലടി, നോട്ടീസ് ബോർഡിൽ നിന്റെ പേര് വന്നിട്ടുണ്ട്. എന്തിന്? പോയി നോക്ക്. ദേ നോക്ക്. നിന്റെ അമ്മ വരുന്നവരെ നിനക്കിനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അമ്മ എല്ലാരും കൂടെ എടുത്തിട്ട് കുടഞ്ഞാ നിന്റെ കാര്യം എന്താവും? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പ്രിൻസിപ്പളിന്റെയും ടീച്ചർമാരുടെയും കാര്യം എന്താവുന്നാ എനിക്ക് പേടി. നിങ്ങൾ ആരാ അവിടുത്തെ പ്രിൻസിപ്പല്? അവളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഓ, ഞാനാ. ഞാൻ മിസ്സസ് ഏലിയാമ്മ പോത്തൻ, ജോസഫൈന്റെ അമ്മച്ചിയാ. നമസ്തേ. നമസ്തേ. പോത്തനിരിക്കെ. എന്നെ ഇരുത്തുന്നതിന് മുമ്പ് എന്റെ മോൾ എന്നാ തെറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം. അത് പറയാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അതറിയാനാ 500 കിലോമീറ്റർ ദൂരെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മോളെ കുറച്ച് കൈവിട്ട കളിയാ കളിക്കുന്നത്. അവളെ പഠിക്കാനല്ലേ ഇങ്ങോട്ട് വിട്ടത്, കളിക്കാനല്ലല്ലോ. ഇക്കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല. ആരുടെ കയ്യില്? ഞങ്ങളുടെ കയ്യില്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ആ കുട്ടി ഇവിടെ കാട്ടിക്കുട്ടിയെന്ന് അറിയാമോ? ദേ പ്രിൻസിപ്പളെ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി. ഇതേതാ ഈ സാധനം? ഇവിടുത്തെ ഹിസ്റ്ററി പ്രൊഫസറാ, ഹോസ്റ്റലിലെ വാർഡനുമാണ്. ഓ, ഇത്രയൊക്കെയാണെന്ന് അറിഞ്ഞില്ല. എന്റെ മോള് കാണിച്ച തോന്നിയവസം എന്നാക്കെയാണാവോ? ഹോസ്റ്റൽ ചട്ടങ്ങൾ ലംഘിക്കുക, കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷിക്കുക, കറണ്ട് വേസ്റ്റ് ചെയ്യുക, ഹോസ്റ്റൽ പരിസരം വൃത്തികേടാക്കുക, രാത്രി മുഴുവനും പാട്ടും കൂത്തുമായിട്ട് മറ്റുള്ളവരുടെ ഉറക്കം കളയുക. അത്രേ ഉള്ളോ? പോരെ? യോസൂട്ടിയെ, മോനീ വന്നേ, ഇങ്ങോട്ട് വാ കൊച്ചേ. മോൻ ഈ ടീച്ചർമാരെയൊക്കെ ഒന്ന് തൊഴുതേ. നമസ്തേ. നമസ്തേ. മോൻ ആരുടെ പിറന്നാൾ ആഘോഷിച്ചേ? രാധികയുടെ. ഏത്? കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വന്ന് ചാക്കോച്ചന്റെ കുട എടുത്ത് കളിച്ചേച്ച് ഏണിപ്പടിയെന്ന് വീണ ആ കൊച്ചോ? അതെ. ആ, അത് പോട്ടെ. നീ ഹോസ്റ്റലിൽ ലൈറ്റ് ഇട്ട് കറണ്ട് കളഞ്ഞോ? ലൈറ്റ് ഇട്ടു. പകലോ രാത്രിയിലോ? രാത്രിയില്. ഓ, ഈ നാട്ടിൽ രാത്രി കറണ്ട് ഉണ്ടോ? ഈശോ, ഞങ്ങളുടെ നാട്ടിൽ അതും ഇല്ല. അത് പോട്ടെ. നീ പാട്ട് പാടിയോ? പാടി. ഓക്കെ. ഈ ഹോസ്റ്റലിൽ പെങ്കൊച്ചുങ്ങൾക്ക് കുളിമുറിയും കക്കൂസൊന്നും ഇല്ലയോ? ഉണ്ട്. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചായി നീ ഈ ഹോസ്റ്റലിന്റെ വെളിയിലൊക്കെ വൃത്തികേടാക്കുന്നേ? ഞാനൊന്നും വൃത്തികേടാക്കിയില്ല അമ്മച്ചി. പോട്ടെ, പൊയ്ക്കോ. സാറന്മാരെ, ഇനി സാറന്മാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളൊക്കെ പെങ്കൊച്ചുങ്ങൾ തോന്നിവാസം കാണിക്കാന്ന് പറയുന്നതേ ആടുകയും പാടുകയും ചെയ്യുന്നതിനൊന്നുമല്ല. ആണുങ്ങളെ നോക്കി കണ്ണിറക്കുക, കയ്യും കലാശവും കാണിക്കുക, കത്ത് കൊടുക്കുക, പിന്നെ മരത്തെ കയറുക, മാങ്ങ പറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തോന്നിവാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ എന്നാ കോപ്പി ചെയ്തെന്നാ ഈ പറയുന്നത്? ലൈറ്റ് ഇട്ടെന്നോ, പിറന്നാൾ ആഘോഷിച്ചെന്നോ, ഉറക്കം കെടുത്തിയെന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മുക്കിനും മൂലയ്ക്കും ഈ നാട്ടിലെ സർക്കാർ എന്നാ ആഘോഷങ്ങളൊക്കെയാണ് നടത്തുന്നത്? അത്യാവശ്യത്തിന് പോലും കറണ്ട് ഇല്ലാത്ത ഈ നാട്ടില് ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, പെരുന്നാള്, ഉത്സവം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉൾപ്പെടെ ലൈറ്റും മൈക്കും വെച്ച് ആഘോഷിക്കാറില്ലേ? നമ്മുടെയൊക്കെ ഉറക്കം പോകാറില്ലേ? അതാ തോന്നിയാസം. അല്ലാതെ 1 2 പീക്കിരി പിള്ളേരെ അവരുടെ കൂട്ടുകാരുടെ പിറന്നാളിന് ലൈറ്റ് ഇട്ടതോ പാട്ട് പാടിയതോ ഒന്നുമല്ല. അപ്പൊ കാശ് പിരിച്ച് കറങ്ങി നടക്കുന്നതോ? കാശ് പിരിക്കുന്നതാണോ കുറ്റം? ഇവിടെ ഇപ്പൊ ആരാ കാശ് പിരിക്കാത്ത? മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരും കാശായി കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചത്. അതൊക്കെ കണ്ടല്ലേ യുദ്ധങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്യുന്നതോ? ആ കോപ്പ് ദേ ചേച്ചി, ഈ പെമർന്നർ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. അല്ല പിന്നെ പിള്ളേരായ ക്ലാസ് കട്ട് ചെയ്യുന്നേ എങ്ങനെ ഇരിക്കും? അവർക്കും തോന്നണം ക്ലാസ്സിലിരിക്കാൻ. ഞാനും ഒരു പള്ളിക്കുടുത്തി കുറെ പഠിപ്പിച്ചതാ. ഇത്രയും വലിയ പദവിയൊന്നും ഇല്ലെങ്കിലും അഡ്മിഷൻസ് ആയിട്ട് തന്നെ റിട്ടയർ ചെയ്തത്. എൻ്റെ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആരും കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഷേവിങ്ങും ചെയ്തിട്ടില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സറിയണം, അവരെ സ്നേഹിക്കണം, അവരോട് കിന്നാരം പറയണം, അങ്ങനെ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം അവരെ ശാസിക്കാൻ. അപ്പോൾ അവരത് കേൾക്കും, അനുസരിക്കും. വേലിയാടുന്ന പയ്യന്റെ കന്ന് മതിലിയാടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ ഇവിടുത്തെ കാര്യം. ദേ നോക്ക്, നിങ്ങൾ കക്ഷം കാണിക്കുന്ന ബ്ലൗസ് ഇട്ടാ അവർ കാല് കാണിക്കുന്ന ഉടുപ്പിടും. നിങ്ങൾ തലയെ ചായം തേച്ചാ അവർ ചുണ്ടേ തേക്കും. ഇരിക്കേണ്ടടുത്ത് ഇരുന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പഠിപ്പിക്കുന്നവർ നന്നായാലേ പഠിക്കുന്നവർ നന്നാവത്തുള്ളൂ. കൊച്ചുങ്ങളാകുമ്പോൾ ഇത്തിരി കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ കാണുമെന്നേ. അതിനെയൊക്കെ തോന്നിവാസമൊന്നും പോക്കർത്തരമൊന്നും വിളിക്കരുത്. ചരിത്രത്തിന് ഞാൻ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടോ? എവിടെ
ഒരു കാര്യം കൂടെ സാറന്മാരോട് ഞാൻ പറഞ്ഞേച്ചും പൊക്കോളാം. എൻ്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം. പോത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ പുന്നാരിച്ചതുകൊണ്ട് അവക്ക് ഇത്തിരി കുസൃതിയും കുന്നായ്മയൊക്കെ കൂടുതലുണ്ട്. എന്ന് വെച്ച് എൻ്റെ മോള് ചീത്തയോ തോന്നിവസക്കാരിയോ ഒന്നുമല്ല കേട്ടോ. മേലാൽ ഇത്ര ഉള്ളി തൊലിച്ച കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എൻ്റെ സമയം മെനക്കെടുത്തല്ലേ. പോട്ടെ ചേച്ചിയെ. പള്ളിയിൽ പോലും പോകാതെ വീട്ടിലാണെ 100 കൂട്ടം കാര്യങ്ങൾ വിട്ടെറിഞ്ഞേച്ച് ഒരുമാതിരി. ജോസുട്ടി, സരിയെ ആരോ കുറെ പേര് ഒരു ഓട്ടോയിൽ വന്ന് അറ്റാക്ക് ചെയ്തു. ഷീ ഈസ് വെരി സീരിയസ്. ആരും അവര് തടഞ്ഞില്ലേ? ആർക്കെങ്കിലും ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന്? So everybody was having fun. Give me your bangles. Wear it. നിന്റെയൊക്കെ അമ്മയും പെങ്ങളെ ആരെങ്കിലും കയറി പിടിച്ചാലും നീയൊക്കെ നോക്കി നിന്ന് കൈയടിക്കുവോ? Cowards! Very cowards! മാം. യാ യെസ് സർ. നോ സർ, ഞാൻ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സരിത മരിച്ചിട്ടും പോലീസ് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലെന്ന് പത്രങ്ങൾ എഴുതി കൂട്ടുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് സാറിനൊന്നും പറയാനില്ലേ? ഇപ്പോഴും അവനെ കിട്ടിയിട്ടില്ല, അന്വേഷിക്കുകയാണ്. നോ, വേണ്ട. 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ഫോണും എടുക്കണ്ട. രവിയെയും അശോകിനെയും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് എഴുതണ്ട. ജയശ്രീ. യെസ് മാം. കം വിത്ത് മീ. ഗെറ്റ് 2 ഇൻസ്പെക്ടേഴ്സ് ഓൾസോ. Okay. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സരികയുടെ കേസിൽ എല്ലാരും പിടിച്ചോന്ന് അതെന്നെ വായിച്ചോണ്ടിരിക്കുന്നെ. മെയിൻ കൾപ്രിറ്റ് ഒരു എക്സ് മിനിസ്റ്ററുടെ മകനാ. ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അവൻ എസ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോ ഗായത്രി മേഡം അവന്റെ കാലിൽ ഷൂട്ട് ചെയ്തു. ഏയ് വാട്ട്സ് ദി സ്കോർ? 84 for 2. സ്കോർ. ക്രിക്കറ്റ്, തീറ്റ, കുടി, കളി. 4 അക്ഷരം പഠിക്കാൻ ഒന്നിനെ കൊണ്ടും കൊള്ളൂല. എന്റെ അമ്മേ, നാട് മുടിക്കാനായിട്ട് പറഞ്ഞതിനൊക്കെ ആണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പോ, ക്ലാസ്സിൽ പോയല്ല. ഏത് നേരം നോക്കിയാലും തീറ്റ തീറ്റ. മരപ്പെട്ടി. ആ മരപ്പെട്ടിക്കകത്ത് റൂമിന്റെ സൈഡില് നിന്റെ മരുന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുടുങ്ങിയെന്ന് വിചാരിച്ചതാ. ദേ ഇത് കണ്ടോ, ആ ചെക്കന് വെടിവെച്ചതിന് ഗായത്രി വർമ്മയ്ക്കെതിരെ ആക്ഷൻ എടുക്കുന്ന ഹോം മിനിസ്റ്റർ. ഹൗ സ്റ്റുപ്പിഡ്. അങ്ങനെ വല്ലതും വന്നാൽ നമ്മൾ പെൺകുട്ടികൾ മുഴുവൻ അവരോടൊപ്പം നിൽക്കണം. വി ആർ സോ പ്രൗഡ് ഓഫ് ഹർ. മാഡം, അവരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യണം. Yes, what do you want to know? आपने उस पर गोली क्यों चलाई? उसने भागने की कोशिश की तो मुझे गोली चलानी पड़ी. പിടിക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശം, അതോ കൊല്ലാനോ? കൊല്ലാനായിരുന്നെങ്കിൽ അയാളുടെ കാൽമുട്ടിന് വെടിവെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എങ്കിലും ഒരു കോളേജ് സ്റ്റുഡന്റിനെ പിടിക്കാൻ ഇത്ര ക്രൂരത കാട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതല്ല ക്രൂരത. ഈ നാട്ടിലെ സ്ത്രീകളോട് നിങ്ങളൊക്കെ കാണിക്കുന്നതാണ് ക്രൂരത. ഇൻഡസ്ട്രിയിലും ബിസിനസ് വേൾഡിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം. വീട്ടിൽ ഭർത്താവിന്റെ വക.
പുറത്തിറങ്ങിയാൽ പൂവാലന്മാരുടെ വക, പാടത്ത് പോയാൽ ഭൂവുടമയുടെ വക. ജനിക്കുമ്പോ തൊട്ട് തുടങ്ങുന്നു അവളുടെ ദുരിതം. 4 വയസ്സുള്ളൊരു കുഞ്ഞിനെ റേപ്പ് ചെയ്തവനെ അറസ്റ്റ് ചെയ്തതിനല്ലേ എന്നെ കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഞാനുണ്ടാക്കിയ തെളിവുകളെല്ലാം നശിപ്പിച്ച് അവനെ എല്ലാവരും ചേർന്ന് വെറുതെ വിട്ടില്ലേ? അതാണ് ക്രൂരത. ഇപ്പൊ ഇവിടെയും മരിച്ചവളോടല്ല സഹതാപം, കൊന്നവനോടാണല്ലേ? മാഡം, ജസ്റ്റ് എ മൊമെന്റ്. മാഡം, അയാൾ മരിച്ചു. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, രാധിക മേജർ ആവുന്നതുവരെ മാത്രമേ മാലതിക്ക് മേനോൻസ് ഫാക്ടറിയുടെ മേൽനോട്ടവും പണമിടപാടുകളും നടത്താനുള്ള അവകാശമുള്ളൂ. ഗെറ്റ് മീ ദ കോർട്ട് ഓർഡർ ഓഫ് രാധികസ് റെനൈറ്റ്സ്. അതായത് ഇനിമേലിൽ മാലതിക്ക് മേനോൻ ഫാക്ടറിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും 1 രൂപ എടുക്കണമെങ്കിൽ പോലും രാധികയുടെ ഒപ്പും അനുവാദവും വേണം. ഫാക്ടറിയുടെ ചുമതല ഏറ്റെടുക്കാനുള്ള പ്രായമൊന്നും അവൾക്കായിട്ടില്ല. അവൾ ഇപ്പോഴും ഒരു കുട്ടിയാ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോ ഇസ് ലോ. ലീഗലി അച്ഛൻ്റെ സ്വത്തിൻ്റെ അവകാശി അവൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തേക്ക് കൂടി ഇതെല്ലാം നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോർണി രാധിക നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരണം. ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിയാണ്. അരുന്ധതി ദേവിയുടെ ഈശ്വരന്റെ തെറ്റുകൾ എന്ന പുസ്തകത്തിന് ബുക്കർ പ്രൈസ് എന്ന് പത്രങ്ങളിൽ തലക്കെട്ടുകൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തുടിച്ചിട്ടുണ്ട്, തുള്ളിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എഴുതിയ ആദ്യ ലേഖനം ഞാനും ഞങ്ങളും ഈ കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ പതിച്ചപ്പോൾ അതാരൊക്കെ വായിക്കുന്നുണ്ടെന്നറിയാൻ ഞാൻ ആ നീണ്ട ഇടനാഴിയിലൂടെ പല പ്രാവശ്യം വെറുതെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ആത്മസംതൃപ്തി ലോകം തന്ന അംഗീകാരത്തിനും വളരെ മുകളിലായിരുന്നു. ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ 5 പേർ: സുനന്ദ, കീർത്തി, അഭിരാമി, ഞാൻ, പിന്നെ ജാനകി. ഞങ്ങളുടെ കയ്യെഴുത്ത് മാസിക, അതെഴുതി തയ്യാറാക്കാനുള്ള ആവേശം, ഹോസ്റ്റൽ മുറിയിലെ ചായപ്പെട്ടികൾ, പെൻസിലുകൾ, നിറമുള്ള മഷിക്കുപ്പികൾ, അതിൻ്റെ നിറം വീണ ചായക്കപ്പുകൾ, കുളിമുറിയിലെ സിമന്റ് തറയിൽ ഉരച്ചിട്ടും പോകാത്ത വിരലിലെ ആ നിറങ്ങൾ. അതെ, ആ കൂട്ടുകാരികളുടെ ആ ദിവസങ്ങളുടെ നിറം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ സുഹൃത്ത് ബന്ധങ്ങളാണ് ഇന്നും എൻ്റെ ഓർമ്മച്ചെപ്പിലെ പവിഴമുത്തുകൾ. Our honorable chief guest ACP Gayatri Verma to say a few words. ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഗായത്രിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനും ഈ കോളേജിലൊരു പഴയ വിദ്യാർത്ഥിനിയാണ്. ശ്രീമതി അരുന്ധതി പറഞ്ഞ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഞാനും കേട്ടു. ഒന്ന് ചോദിച്ചോട്ടെ അരുന്ധതി, പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അവരൊക്കെ ഇപ്പോഴും അരുന്ധതി അറിയും. പക്ഷെ അരുന്ധതിക്കറിയോ അവരൊക്കെ എവിടെയാണെന്ന്? ജാനകി ഒറീസയിൽ കളക്ടറായിരുന്നു. ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. മറ്റുള്ളവരൊക്കെ വിവാഹം കഴിച്ച് ഓരോരോ ഇടങ്ങളിലാണ്. അതെ, ഓരോരോ ഇടങ്ങളിൽ. എവിടെയാണെന്നറിയില്ല. ഓർമ്മയിൽ മാത്രം പവിഴമുത്തുകൾ. അരുന്ധതിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിധിയാണത്. കോളേജിലെ ആത്മസുഹൃത്തുക്കൾ, ഊണിലും ഉറക്കത്തിലും പിരിയാനാവാത്ത ഹൃദയബന്ധമുള്ളവർ കോളേജ് ജീവിതം കഴിഞ്ഞ് എന്നേക്കുമായി പിരിയുന്നു, എവിടെയെന്നും എന്തെന്നും അറിയാതെ. പക്ഷെ ആൺകുട്ടികൾ, പുരുഷന്മാർ അവരുടെ സുഹൃത്ത് ബന്ധം വീണ്ടും നിലനിർത്തുന്നു. സായാഹ്നങ്ങളിൽ, ക്ലബ്ബുകളിൽ, തിയേറ്ററുകളിൽ, ബാറുകളിൽ, ചീട്ടുകളി സ്ഥലങ്ങളിൽ വീണ്ടും ആ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു, ആ ബന്ധം നിലനിർത്തുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹശേഷം ഭർത്താവും കുട്ടികളും കുടുംബവും മാത്രമാകുന്നു ജീവിതം. അതുവരെയുള്ള ആത്മസുഹൃത്തിന്റെ സ്ഥാനം പിന്നിലേക്ക് മാറുന്നു, മെല്ലെ മെല്ലെ മായുന്നു. പിന്നെ പവിഴമുത്തുകളായി വല്ലപ്പോഴും ഓർമ്മിക്കാൻ മാത്രമായി സൂക്ഷിക്കുന്നു. ഒരു പഴയ പൊടി പിടിച്ച ഓട്ടോഗ്രാഫിലൂടെ, അല്ലെങ്കിൽ നിറം മങ്ങിയ ഒരു പഴയ ഫോട്ടോഗ്രാഫിലൂടെ. അല്ലേ, ഇതല്ലേ നിങ്ങളുടെയൊക്കെ സുഹൃത്ത് ബന്ധം?